ഇടാൻ എനിക്ക് ഇല്ലായിട്ടാണോ എന്ന് പറയുമ്പോൾ ഒരു 6 വർഷം മുന്നേ ഉള്ള മാക്സികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു പെരുന്നാളിന് പോലും ഒരു നല്ലൊരു മാക്സി അങ്ങനെ പാർട്ടി വെയർ ചുരിദാറുകളുടെ കളക്ഷനും കാണിക്കൽ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് 1-2 സാരികളുണ്ട്. അപ്പൊ ഞാൻ സാരി കാണിക്കാം. പിന്നെ മൊത്തം 3 സാരിയാണ് ഉള്ളത്. ഒന്നിന്റെ കല്യാണത്തിന്റെ സാരിയാണ് കേട്ടോ. അപ്പൊ അത് ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഒരു സാരി. ഇതിന്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവലിന് എടുത്തൊരു സാരി ആയിരുന്നു. അതായത് എന്റെ ഹിബമോളെ വയറ്റിലായിരിക്കുന്ന സമയത്ത് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവലിന് എടുത്ത സാരി കേട്ടോ. അപ്പൊ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ പോയിട്ട് എടുത്തതല്ല കേട്ടോ. ഇത് എന്റെ അമ്മായിമ്മയും മൂത്തമ്മയും പാടെ പോയിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. എന്തായാലും അവരുടെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കളർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൗസ് വരുന്നത് ഈ ഒരു ക്രീം കളറാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരുപാട് കാലം ഇത് എടുക്കാൻ പറ്റും തോന്നും. കാരണം ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല കേട്ടോ. പിന്നെ സാരി ആകുമ്പോൾ നമുക്ക് എത്ര പ്രായമായാലും എടുക്കും ചെയ്യാലോ. ഇത് പിന്നെ ഒരു സാരിച്ചോളിയാണ് കേട്ടോ. സാരിച്ചോളി ഒന്നും ഇപ്പൊ ഒരു മോഡലില്ല, അതൊക്കെ മോഡൽ പോയതാണ്. എന്നാലും ഇത് ഞാൻ എന്റെ നാത്തൂന്റെ മകളുടെ കല്യാണത്തിന് എടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അമ്മായി അല്ലേ, അപ്പൊ കുറച്ച് തിളങ്ങണല്ലോ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ. അന്ന് ഞാനിത് KMT പോയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഇതൊരു 9-10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അന്ന് ഇതിന് 2500 രൂപ ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ്. പിന്നെ ഇതിന്റെ കളറാണ് കേട്ടോ ഹൈലൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് കല്യാണത്തിന് ക്യാമറക്കാരൻ തന്നെ പറഞ്ഞു കേട്ടോ അവരുടെ ഡ്രസ്സിന്റെ കളർ ക്യാമറയിലേക്ക് നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്ന സമയത്തൊക്കെ ഇത് എടുക്കണം എന്ന് വിചാരിക്കും. അപ്പൊ പിന്നെ എന്തായാലും സാധനം പുതിയതാണ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള ബ്ലൗസ് ആണ് കേട്ടോ ഇത്. ബ്ലൗസ് ഇതുപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പച്ചക്കളറാണ് വരുന്നത്. അപ്പൊ അതിൽ ഈ ഇതിന്റെ സ്ലീവ് ഇങ്ങനെ വേറെ കളർ ആവാൻ കാരണം ഞാന് ഇറക്കല്ലാത്തോട്ട് തന്നെ വേറൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ തയ്പ്പിച്ചതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ കാണിച്ചത് ടോപ്പുകളുടെ സെക്ഷന് കഴിഞ്ഞു. അതേപോലെ തന്നെ സാരികൾ കാണിച്ചു, പിന്നെ പാർട്ടി വെയർ കാണിച്ചു. അപ്പൊ ഇനി കാണിക്കാനുള്ളതിന്റെ കുറച്ച് മാക്സികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടി ഈ മാക്സിയും കൂടി ഇതിൽ കാണിക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല് എന്റെ മുനിക്കാക്കും അതേപോലെ എന്റെ വീട്ടുകാര് പിന്നെ എന്റെ മൂത്തപ്പാന്റെ മരുമോള് സുൽഫിദാത്ത അവരൊക്കെ എപ്പോഴും എന്റെ അടുത്ത് പറയും, എന്ത് കീറ മാക്സിയാണ് ഇട്ട് നടക്കുന്നത്, വീട്ടിലിടാൻ എനിക്ക് ഇല്ലായിട്ടാണോ അതോ അലമാറയിലുള്ളത് പുറത്തിറക്കണേനാണോ അങ്ങനെ പറയും. അപ്പം സുൽഫിദാത്തക്ക് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഷിബിബ മനുഷ്യന്മാരെ പോലെ നല്ല ഡ്രസ്സ് ഇട്ട് നടന്നോടി, എന്തെങ്കിലും പറ്റിയാൽ എന്താ ചെയ്യുക. അപ്പൊ ഞാൻ പറയാം അലമാറയിലുണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ അത് മാറ്റാനുള്ള ഒഴിവ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പറയട്ടോ. അപ്പൊ അങ്ങനെ ഓരോരുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ എന്തായാലും നന്നാവാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പം പിന്നെ മാക്സികൾ ഇതിൽ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാല് അതായത് ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാണോ ഇടാത്തത് എന്നുള്ളൊരു ധാരണ വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടില് തേരാ പാരാ കീറിയതും പാറിയതൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അണിഞ്ഞൊരുങ്ങി ഇറങ്ങും പുറത്തേക്ക്. പക്ഷെ അതും ഞാൻ ഇങ്ങനെ പഴക്കമുള്ള ഡ്രസ്സാണെങ്കിലും വിലക്കുറവുള്ള ഡ്രസ്സാണെങ്കിലും അതിനങ്ങോട്ട് ഉഷാറാക്കി പുതുക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് പോവാ. അപ്പൊ മാക്സികൾ എന്ന് പറയുമ്പോൾ ഒരു 6 വർഷം മുന്നേ ഉള്ള മാക്സികളാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ മാക്സികൾ എടുത്തിട്ടില്ല. ഇത് തള്ളല്ല, സത്യമായിട്ട് പറയാണ്. ഞാൻ ഇത്ര കറക്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാലും 6 വർഷം ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മൂത്താപ്പാന്റെ വീട്ടുകാര് വീടിരുന്ന് പോയ കണക്കാട്ടോ ഞാൻ പറയണത്. അതായത് അവര് ഉള്ള സമയത്ത് ഇവിടെ ഒരു മാക്സിക്കാരൻ വന്നിരുന്നു. വണ്ടിയിൽ ആഴ്ചക്ക് ഒരു മാക്സിക്കാരൻ വരും കേട്ടോ. അപ്പൊ അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ആഴ്ചയിലും ചിലപ്പം മാക്സി ഇടാനില്ലാത്തോണ്ടല്ല കേട്ടോ, കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ അങ്ങോട്ട് എടുക്കും. അങ്ങനെ ഒരു 6 വർഷം മുന്നേ ഒരുപാട് മാക്സികൾ എടുത്തു വെച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും വീണ്ടും പറയാണ്, കാണുമ്പോൾ പലരും പറയും പാവങ്ങൾക്ക് കൊടുത്തൂടെ, ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ. അപ്പൊ എനിക്കിത് അതിന്റെ രസം കണ്ടിട്ടും അല്ലെങ്കിൽ ചിലത് പുതിയതല്ലേ അപ്പൊ ഒരു എടുത്തിടാൻ തോന്നൂല കേട്ടോ. അങ്ങനെ അത് കേട് വരുന്നതിന് ഞാൻ എടുത്തു വെക്കണതാണ് കേട്ടോ. അങ്ങനെ സേവ് ചെയ്ത് വെക്കണതാണ്. അല്ലാണ്ട് എനിക്ക് ആവശ്യമില്ല, എനിക്കല്ല. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഞാൻ കീറിയതും പറയതും ഇട്ട് ഒരു 4 മാക്സി ഉണ്ട്, അത് മാത്രം ഇട്ട് നടക്കും. ഇത്രയും മാക്സി ഉണ്ടായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു 6 വർഷത്തിന് ശേഷം പിന്നെ ഞാൻ മാക്സി ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതേപോലെ തന്നെ ഞാനിങ്ങനെ സ്കൂളിൽ കുറച്ച് മുന്നേ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നല്ലോ, ആ ഒരു സമയത്തും പിന്നെ ട്രാവൽസിൽ പോയിരുന്നു, പിന്നെ അതേപോലെ ട്യൂഷൻ സെന്ററിൽ പോയിരുന്നു. അങ്ങനെയൊക്കെ ജോലിക്ക് പോണ സമയത്ത് അപ്പൊ പിന്നെ എന്ത് മാക്സികൾ കിട്ടി ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടുക എന്നല്ല, പുതിയ മാക്സി ഒന്നും എടുക്കാൻ ആ ഒരു സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ കാര്യമായിട്ട് നമുക്ക് വേണ്ടത് ടോപ്പുകളല്ലേ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ. അങ്ങനെ അപ്പൊ ഇനി മുതൽ ഫുള്ള് ഇടാൻ തന്നെ തീരുമാനിച്ച്, ഇനി എടുത്തു വെക്കണ പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഒരു പെരുന്നാളിന് പോലും ഒരു നല്ലൊരു മാക്സി ഇട്ട് നിൽക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ ഒരു പെരുന്നാൾ വരുമ്പോൾ പോലും ഞാനൊരു മാക്സി എടുക്കാറില്ല. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം ഇപ്പം ഞാൻ ഇടാണ്ട്, അതായത് എടുത്തിട്ട് അടിക്ക പോലും ചെയ്യാണ്ട് എടുത്തു വെച്ച കുറച്ച് മാക്സികളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള മാക്സികളാണ് പിന്നെ കാണിക്കുന്നത്.
അപ്പോൾ ഫസ്റ്റത്തെ ഒരു മാക്സി ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇതൊന്നും ഞാൻ ഷേപ്പ് ആക്കിയിട്ട് പോലും ഇല്ല, അടിച്ചിട്ട് പോലും ഇല്ല, ഒരു പ്രാവശ്യം പോലും ഞാൻ ഇടാത്ത മാക്സികളാണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നുണ്ടല്ലോ ഇത് നല്ല ചുരുണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ ഒരു പ്രാവശ്യം പോലും ഇടാത്തൊരു മാക്സി എങ്ങനെ ഇത്രയും ചുരുണ്ട് പഴയതായിരിക്കണം. അപ്പൊ പറഞ്ഞ ഇത്രയും വർഷവും കഴിഞ്ഞു, പോരാത്തത് അലമാരയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചുരുണ്ടതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് പുതുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു മാക്സി ആണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു കളർ നല്ല ഭംഗിയാണ്, ആർക്കും ഇട്ട മാച്ച് ഉള്ള ഒരു കളറ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു മാക്സി ആണ് കേട്ടോ. ഇത് നല്ല കോട്ടണിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ തള്ളാരിടുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ തള്ളാരതോ കുട്ടികളതോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണെങ്കിൽ, ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ പിന്നെ അവിടെ അതിന്റെ മോഡലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു കളർ അല്ലേ ഇതും നല്ലൊരു കളറാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഞാന് നല്ല വില കൊടുത്ത് വാങ്ങില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊക്കെ മാക്സിക്ക് ഏറ്റവും കുറഞ്ഞ മാക്സിക്ക് തന്നെ 270, 250 അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ വീഡിയോയിൽ വലിയൊരു ക്ലിയർ ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല, കാരണം കറണ്ട് പോയിട്ടുണ്ട്. ഞങ്ങള് ഫോണിന്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തത് ഈ ഒരു മാക്സി കേട്ടോ. ഇതിന്റെ കളറാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്, ഈ ഒരു പിങ്കും ഈ ഒരു ക്രീം കളറും ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചുരിദാറും മാക്സൊക്കെ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു മാക്സി തന്നെ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ചുരിദാർ തന്നെ ഉള്ളൂ. അപ്പൊ അത് സംഭവം എന്താന്ന് വെച്ചാൽ കളറൊന്നും സാധനം മാറുന്നുണ്ട് കേട്ടോ. സെയിം കളറിൽ തന്നെ എനിക്ക് 3, 4 മാക്സിയോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തത് ഈ മാക്സി കേട്ടോ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, സെയിം കളറിൽ എനിക്ക് 3, 4 ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഏകദേശം ഒരേ കളർ തന്നെയല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയാണ്, എല്ലാ കളറ് ചിലർ അങ്ങനെയാണല്ലോ, ഒരു കളർ ഉണ്ടെങ്കിൽ പിന്നെ ആ കളർ എടുക്കൂല, വേറെ മാറി മാറി കളർ എടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട അതുള്ള കളർ തന്നെയാണ്, അങ്ങനെയൊന്നും ഞാൻ നോക്കൂല. അപ്പൊ കേട്ടോ കണ്ടോ, ഇത് രണ്ടും ഏകദേശം ഒരേ കളറല്ലേ. അടുത്തത് ഈ ഒരു മാക്സി കേട്ടോ. ഇത് നല്ലൊരു കളറാട്ടോ, ഒരു ഡാർക്ക് ഗ്രീന്. ഇതിന്റെ മുനിക്കാപ്പോലും നല്ല ഇഷ്ടമാട്ടോ. ഇത് ഈ ഡോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് വരുന്ന ഈ ഒരു സംഭവം. അപ്പൊ എന്നോട് മുൻകൊക്കെ എപ്പോഴും ചോദിക്കും എന്താ ഈ മാക്സി ഇടാത്തത്, ഇതെന്താ അടിച്ചിടാത്തത്, ഇങ്ങനെ എപ്പോഴും ചോദിക്കലുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഈ മാക്സി എല്ലാതൊന്നും മുൻകാക്കോ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ കണ്ടു വിചാരിച്ചിട്ടൊന്നും പറയൊന്നുമില്ല. പിന്നെ അപ്പൊ ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാളിന് ഞാൻ ഈ ഒരു മാക്സി ഇടണം എന്ന് വിചാരിക്കണം. ഇനി മുൻകാക്കോന്റെ താല്പര്യപ്രകാരം കുറെ ആയി ഇതിങ്ങനെ അടിച്ച് ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പെരുന്നാളിന് ഇടാം ഇൻഷാ അല്ലാഹ് ജീവനോടുണ്ടെങ്കിൽ. അടുത്തത് ഈ ഒരു മാക്സി കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോന്നും അറിയില്ല, ഈ മാക്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന്റെ കളറും ഈ ഒരു പ്രിന്റും എല്ലാം. ഇത് നല്ല കോട്ടൺ അല്ല, അത് സിസ് കോട്ടൺ. ഞാൻ സിസ് കോട്ടൺ ആട്ടോ കാര്യമായിട്ട് എടുക്കുള്ളൂ, അതാകുമ്പോൾ പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല. പിന്നെ ഇനി ഇതേപോലെ തന്നെ ഈ കളറിൽ തന്നെ 3, 4 ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ദേഷ്യം വരുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്തോട്ട് വീഡിയോ എടുക്കാനൊരു സുഖം കിട്ടണില്ല. അടുത്തത് ഇതാണ് ശരിക്കും തള്ള പൊള്ളി അല്ലേ, തള്ള വൈബ്. എന്തായാലും ഇതും അതേപോലെ തന്നെ കേട്ടോ, അങ്ങനത്തെ കളർ മാക്സി. അടുത്തത് ഈ ഒരു മാക്സി കേട്ടോ. ഇതെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കളറും തന്നെ ഇതിന്റെ ഈ ഒരു വർക്കും തന്നെ, ഈ ഒരു വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എക്സ്ട്രാ പണ്ടങ്ങളൊന്നും കെട്ടണ്ട. അതുമാത്രമല്ല കേട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ട്. ഇതും തന്നെ അതുപോലെ റെഡും ബ്ലാക്കും ആയിട്ട്. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വീതിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട്, നല്ല അടിപൊളി. ഫോണിൽ കാണുന്ന പോലെ, ഒന്നാമത് കറണ്ട് ഇല്ല, വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ശരിക്കും ഇത് കാണുമ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി കളറാണ്. ഒക്കെ ഇതും തന്നെ റെഡിലാണ് വരുന്നത്, ഇതും തന്നെ അങ്ങനെ ഈ 3, 4 ഇത് മാത്രമല്ല കേട്ടോ, ഇനി വേറെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ സെയിം കളറിൽ തന്നെ ഒരുപാട് ഐറ്റം. ഞാനിപ്പോൾ ഇതുവരെ കാണിച്ചത് ഒരു പ്രാവശ്യം പോലും ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു 3, 4 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇടാം എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഷേപ്പ് ആക്കിയിട്ടുണ്ട്, എന്നിട്ടൊരു ചിലതൊക്കെ 1, 2 പ്രാവശ്യം 3, 4 പ്രാവശ്യമൊക്കെ ഇട്ടതാണ്. ഞാൻ അങ്ങനെയുള്ളത് കുറച്ച് കാണിക്കും.